സാറ് പറഞ്ഞതിൽ എന്താ വെച്ചാൽ ഒരു കാര്യം ക്ലാരിറ്റി വരുത്താനുള്ളത്, ഇപ്പോൾ ഈ പ്രോഗ്രാം ഓൺലൈനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ, ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയും? യെസ്. ഇപ്പോൾ പല ആളുകൾക്കും ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോവിഡ് സമയത്തുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഓർമ്മ വരിക. അതായത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു ടീച്ചർ ലൈവിൽ വന്നിട്ട് ക്ലാസ് എടുക്കുന്നു. അതൊരു ഓൺലൈൻ ലേണിംഗ് അല്ല. ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മളൊരു ബ്ലെൻഡഡ് ലേണിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അത് ഹാർവാർഡ്, MIT പോലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ചെറിയ ചെറിയ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ടൻസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഈ ഓരോ കണ്ടൻറ്റ് ഒരു 10 മിനിറ്റ് ഒരു വീഡിയോ കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അവന് അതിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് അവനോട് ചോദിക്കും, ഒരു സെൽഫ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവൻ അതിന് ആൻസർ ചെയ്യണം. സോ ദാറ്റ് അവന് ഈ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് അവന് തന്നെയുള്ള ഒരു ചെക്ക് പോയിൻ്റാണ്. റൈറ്റ്. അപ്പോൾ ഡെയിലി ഒരു 20 to 30 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ കണ്ടൻ്റൊക്കെ ആയിരിക്കും ഒരു കുട്ടിക്ക് കിട്ടുക. റൈറ്റ്. പ്ലസ് ക്വസ്റ്റ്യൻസ് അവന് വർക്കൗട്ട് ചെയ്യണം. അതുകൂടാതെ നമ്മുടെ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും ഫിസിക്കലിയുള്ള മെറ്റീരിയൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് 3 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 1 ഒരു സ്കൂൾ ലെവലൊക്കെ അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലെവൽ 2 ആകുമ്പോൾ കുറച്ചുകൂടി ഹാർഡർ ലെവലിലോട്ട് അവർ പോകും. ലെവൽ 3 ആകുമ്പോൾ അവർ ഒരു 8-ലോ 9-ലോ 10-ലോ പഠിക്കുന്ന ഒരു കുട്ടി ഒരു JEE ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് ലെവൽ 3-ലാണ്. ഇങ്ങനെ ലെവലപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ പല സ്റ്റുഡൻസിനും നല്ലൊരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് എക്സാംസിലൂടെ പഠിച്ചു പോയി IIT-യിലും NIT-യിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആയിട്ടുള്ള ആളുകളാണ്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം? അപ്പോൾ നമ്മൾ ഒരു നോർമൽ ട്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് അവിടെ ക്ലാസ് എടുക്കുക. റൈറ്റ്. അവിടെ അത് ഡിമാൻഡ് ചെയ്യുന്നത്. എന്നാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എഴുതി പരിചയമുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നം കുട്ടികൾ ശ്രദ്ധിക്കാൻ പാരൻസിന് സമയമില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ XNYയുടെ ഏത് പാരൻറ്റിനോട് ഏത് കുട്ടിയോടും ചോദിച്ചാൽ അവരെ XNYയിലോട്ട് പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഘടകം എന്നുള്ളത് നമ്മുടെ മെൻറ്റേഴ്സാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വിമൺ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഒരു വിമൺ എംപവർമെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവർ നമ്മുടെ സ്റ്റുഡൻസിനെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്യുന്നു, നിരന്തരം എൻകറേജ് ചെയ്യുന്നു, നിരന്തരം അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു, പാരൻസിന് അപ്ഡേറ്റ്സ് കൊടുക്കുന്നു. ഇങ്ങനെ അവർ കൃത്യമായിട്ട് കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യും. റൈറ്റ്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. എല്ലാ ശനിയാഴ്ചയും ഒരു MCQ ബേസ്ഡ് എക്സാം ഉണ്ടാവും. എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ പുറത്തു വിടും. നമ്മുടെ ആപ്പിൽ അത് കൈൻഡ് ഓഫ് ഗെയിമിഫൈഡ് ആണ്. അത് ലീഡർ ബോർഡ് ഉണ്ട്. അങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഒരു പഠനം എന്നുള്ളതിലപ്പുറം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മുതൽ 10 വരെയുള്ള ഒരു ക്ലാസ്സിലെ കുട്ടിക്ക് പലപ്പോഴും ക്ലാരിറ്റി ഇല്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് ഡിഫറെൻറ്റ് എക്സ്പോഷർ നൽകുന്ന സെഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. പല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നാസയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ US-ലെ വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകൾ, സിവിൽ സർവൻസ് ആയിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം വന്നിട്ടുള്ള പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. കുട്ടിയുടെ ഒരു ഓവറോൾ കരിയർ ഡെവലപ്മെൻറ്റാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.